ഗൈസ്, ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ മാങ്ങ. വാ, കാണുമ്പോൾ തന്നെ വെള്ളം വരുന്നുണ്ട് കഴിക്കാൻ. അപ്പോൾ ഇതെന്താ ആക്കുന്നതെന്ന് വെച്ചാൽ ഒരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ, ചമ്മന്തി മാങ്ങ. അപ്പം നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാനല്ല ഉണ്ടാക്കുന്നത്, ഞാൻ ചുമ്മാ ഒന്ന് അരിഞ്ഞു കൊടുത്തതേ ഉള്ളൂ. എൻ്റെ അനിയത്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഉണ്ടാക്കി കാണിച്ചു തരും. നമുക്കത് നോക്കാം കേട്ടോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ഓക്കെ, ഇതാ ആൻറ്റി മാങ്ങാട്ടിക്ക് കൂട്ടിപ്പൊക്കോ. അപ്പോൾ മാങ്ങ ചമ്മന്തി ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പിച്ചി ചീന്തി അങ്ങ് ഇടാം. പിച്ചി ചീന്തി ഒരുമാതിരി. പിന്നെ 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. വറ്റൽമുളക് ഗൈസ്. അപ്പോൾ ഇത് 2ആയിട്ട് നമുക്ക് മുറിച്ചങ്ങ് ഇടാം. ഇതെന്താ പോകൊക്കെ പോകുന്നത്? വറ്റൽമുളക് മുറിച്ചിടുന്നു. അങ്ങനെ നമ്മുടെ ചേരുവകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലോട്ടേക്ക് പോവാം. Okay, next step is goes to that one equal to പറയാട്ടോ. അപ്പോൾ ഇത് അങ്ങനെ പാന് അടുപ്പത്തെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാന് ചൂടാകുന്ന സമയം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അതായില്ല, ഈ വെള്ളമൊക്കെ ഒന്ന് ചൂടായിട്ട് പോകട്ടെ. അപ്പം നമുക്കിനി ഈ പാന് ചൂടായിട്ടോ. അപ്പം നമുക്കിനി പാനിലോട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എന്താ പറയുക, മാങ്ങാ ചമ്മന്തി എന്നൊക്കെ ഞാനാണ് പേരിട്ട്, ശരിക്കും ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഈ വെളിച്ചെണ്ണേൻ്റെ അകത്തേക്ക് നമുക്ക് കറിവേപ്പിലയും നമ്മുടെ വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. ആഹാ, നല്ല പൊട്ടിക്കറിയൊക്കെ ഉണ്ട്. എടുക്കല്ലോ പറഞ്ഞു പോയി ഗൈസ്, പക്ഷേ ഞാൻ എടുത്തുപോയി. എന്ത് ചെയ്യാനാ? അങ്ങനെ ഗൈസ് നമ്മുടെ കറിവേപ്പിലയും നമ്മുടെ വറ്റൽമുളകും എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി ഈ എണ്ണേനകത്ത്, അതായത് ഞാൻ എണ്ണയൊന്നും മാറ്റിയിട്ടില്ലേ, അപ്പോൾ നമുക്ക് ഈ ഒരു എണ്ണേൻ്റെ അകത്ത് നമുക്ക് മാങ്ങിയിട്ട് കൊടുക്കാം. ആഹാ, മാങ്ങ ഒരു അടിഞ്ഞ രൂപത്തിലൊക്കെ ആവും. അതായത് പഴുത്ത മാങ്ങയില്ലേ, അതേ പരുവത്തിലാവും. ആ ടൈമിൽ നമുക്ക് എടുത്ത് മാറ്റണം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ മെയിൻ ചേരുവയൊക്കെ വരുന്നത്. സത്യത്തിൽ എൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഇതെൻ്റെ വായിൽ വന്നപ്പോൾ ഞാനങ്ങ് പെട്ടെന്ന് ഇട്ടതാണ്. ഇവിടെ ഒരു കാര്യം 2-3 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. സോറി, മറവീൻ്റെ രോഗം ഉണ്ട് എനിക്ക്. 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് ഓർക്കണേ. അപ്പോൾ ഇത് ഞാൻ ഒരു പ്രാവശ്യം ആക്കിയതാ, പക്ഷേ അത് ഞാൻ തന്നെ കഴിച്ചു, ഇവർക്ക് ആർക്കും കൊടുത്തില്ല. കാരണം നല്ല കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പിഞ്ച് മാങ്ങയിൽ ഞാൻ പെട്ടെന്ന് അങ്ങ് ആക്കിയെടുത്തതാണ്. ഞാൻ എവിടെ നോക്കി പഠിച്ചതെന്നല്ല, എൻ്റെ രൂപത്തിൽ തോന്നിയപ്പം ഞാൻ പെട്ടെന്ന് അങ്ങനെ ആക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉമ്മയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഭയങ്കര ഇളക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങേൻ്റെ രൂപമൊക്കെ അങ്ങനെ മാറി വരുന്നുണ്ട്, കളറൊക്കെ മാറി വരുന്നുണ്ട് കേട്ടോ. ഇത് മാങ്ങ എടുക്കുന്ന സമയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മണം നല്ലോണം വരുന്നുണ്ട്. നല്ല പച്ച പുളിയില്ലേ, നല്ല പച്ച മാങ്ങയുടെ പുളി വരുന്നുണ്ട് ഗൈസ്. ലല്ലോ. അപ്പോൾ അങ്ങനെ ഗൈസ് ഞാൻ തീ ഓഫാക്കുകയാണ്. എന്നിട്ട് നമുക്ക് നമ്മുടെ പ്ലേറ്റിലോട്ടേക്ക് മാറ്റിയിട്ട് കാണാം. പിന്നെ നമുക്ക് മിക്സിൻ്റെ അകത്ത് നേരത്തെ കറിവേപ്പിലയും വറ്റൽമുളകും എന്താ പറയുക വാട്ടി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇടാൻ പോവാണേ. ഇവിടെ കഥ പറയുന്ന പോലെ എല്ലാ കാര്യം പറയുള്ളൂ. അപ്പോൾ അത് പറഞ്ഞു തീർന്നാൽ ഇത് 10 മിനിറ്റ് 5 മിനിറ്റ് ആണെങ്കിൽ നമ്മൾ 10 മിനിറ്റ് ആകും. അങ്ങനത്തെ സാധനമാണ്. ഇതപ്പോൾ അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടേ. ഇത് കുറച്ച് നേരത്തേക്ക് ബോംബ് തെറിപ്പിച്ച് വെക്കും. അപ്പോൾ നോക്കട്ടെ. അവിടെ അരയ്ക്കാൻ പോവാ. വലിയ അരപ്പുകാരി അതാ വിചാരം. നോക്കിയോട്ടെ, നടുക്കൊന്നുമില്ല, മൊത്തം ചുറ്റിലുമാണ്. നമുക്കിനി ഇത് വെടിച്ച് ഇതിനകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് കാണാവേ. അപ്പോൾ ഇനി നമുക്ക് ഇത് ഇളക്കാം. മിക്സ് കുറച്ചേ ഉള്ളൂ, പക്ഷെ ഇളക്കുമ്പോൾ മാങ്ങയിലും എല്ലാത്തിലും അങ്ങ് പിടിക്കും.
കണ്ടോ നിങ്ങൾ? ഇത് കൈനെ കൊണ്ട് ഇളക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ഇതുണ്ടാവും. സ്പൂൺ കൊണ്ട് ഇളക്കുന്ന സമയത്ത് അങ്ങനെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇത് വേണമെങ്കിൽ ഉപ്പിടാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിത് രണ്ടും ഇടാത്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാങ്ങയ്ക്ക് പുളി ഉണ്ടല്ലോ, അത് മാത്രമല്ല മാങ്ങ വഴറ്റിയത് കൊണ്ട് അതിൻ്റെ വെള്ളം ഇങ്ങനെ ചെറുതായിട്ട് ഇറങ്ങി വരും. ഇപ്പോൾ തന്നെ ഒരു ഓയിൽ ഞാൻ ഇട്ടിട്ടില്ലെങ്കിലും ഇട്ട പോലെ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓയിലും ഉപ്പും ഒന്നും ഇടാത്തത്. ഉപ്പിടാണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഓൾ എന്ന ഓപ്ഷനും കൂടി അമർത്താൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ. ഇനിയും ഇതേപോലെ കുറേ റെസിപ്പികളായിട്ട് ഞാനും വരും കേട്ടോ. എൻ്റെ ഉമ്മ മാത്രമല്ല, ഇനി ഞാനും വരും. ടാറ്റാ.